ആട് 3 പടക്കള യൂണിവേഴ്സിൽപ്പെട്ട സിനിമയാണോ? മമ്മൂട്ടി, മോഹൻലാൽ ക്യാമിയോ വല്ലതും ഉണ്ടോ? ഇത്തരത്തിലുള്ള ഒരുപാട് കിംവദന്തികൾ അല്ലെങ്കിൽ റൂമേഴ്സ് സോഷ്യൽ മീഡിയയിൽ ആട് 3 എന്ന സിനിമയെക്കുറിച്ച് പരക്കുന്നുണ്ട്. മാർച്ച് 19 നാളെ റിലീസാണ്. ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ പോവുകയാണെങ്കിൽ അത് നമ്മളെ ചിലപ്പം ആസ്വാദനത്തെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഓരോന്നായിട്ട് വലിയ ഫോർമാലിറ്റി ഒന്നും ഇല്ലാതെ നോക്കാം. ആട് 3യുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും ലാസ്റ്റ് വന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഡിലീറ്റഡ് സീനാണ്. ഏകദേശം 3 മണിക്കൂറിന് പുറത്ത് ഈ ഒരു ആട് 3 എന്ന സിനിമയ്ക്കകത്ത് ഷൂട്ട് ചെയ്തതിനു ശേഷം ഇതിന്റെ ഒരു അൺകട്ടഡ് വെർഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള നല്ല സീൻസിനെ പുറത്ത് വിടും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊന്നാണ് അറക്കലബുവിന്റെ ഒരു സീൻ. ആ ഒരു ഡിലീറ്റഡ് സീൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഏകദേശം ഒരു 3 മിനിറ്റോളം അതിന്റെ ലെങ്ത് ഉണ്ടായിരുന്നു. എനിക്ക് സംഭവം കണ്ട സമയത്ത് ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ആട് 2 വല്ലോ ഡിലീറ്റഡ് സീനോ വല്ലതോ ആണോ എന്നുള്ളതാണ് ആദ്യം തോന്നിയത്. കാരണം ഇതിൻ്റെ അകത്തെ വിഷ്വൽസ് ആയാലും അതിൻ്റെ ഒരു ആംബിയൻസ് ആയാലും അറ്റ്മോസ്ഫിയർ ആയാലും എല്ലാം നമ്മൾ ആടിൻ്റെ മറ്റ് യൂണിവേഴ്സിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഇതിലും അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു കൺസിസ്റ്റൻസി, അതായത് നമുക്ക് പെട്ടെന്ന് ആ ഒരു ജമ്പ് ഫീൽ ചെയ്യുന്നില്ല. അതായത് ആ ഒരു ലൊക്കേഷൻ മാറിയതിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ലുക്കോ രൂപമോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആ ഒരു കണ്ടിന്യൂറ്റി കറക്റ്റായിട്ട് പിടിച്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത്രത്തോളം അവർ പണി എടുത്തിട്ടുണ്ടെന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ബാക്കി എന്തായാലും നാളെ സ്ക്രീനിൽ കാണാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സുൽത്താൻ. ഈ ഒരു സോങ്ങിനെ കുറിച്ച് ഒരുപാട് റൂമേഴ്സും കാര്യങ്ങളും മുമ്പും ഇതുപോലെ വന്ന് സോഷ്യൽ മീഡിയ പരന്നിട്ടുണ്ടായിരുന്നു. നിഖില വിമലാണ് ചെയ്യുന്നത്, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മളും വീഡിയോ ചെയ്ത സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിൽ അവർ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുത്ത സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഖില ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് പിന്നെ അറിയാമെന്നുള്ള രീതി അവർ ഒരു സസ്പെൻസ് ഇങ്ങനെ വെച്ചാണ് കൊണ്ടുപോയത്. എന്നിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ പറഞ്ഞൊരു കാര്യമല്ല, ഇത് സോഷ്യൽ മീഡിയ സ്പ്രെഡ് ആയതാണ്. പിന്നെ അവരതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാൻ പോയില്ല, അതങ്ങ് സ്പ്രെഡ് ആവട്ടെ എന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ സ്പ്രെഡാക്കി അതെല്ലാം സെറ്റ് ചെയ്തു. അത് ആ ഒരു പ്രൊഡക്ഷൻ ടീമാണ്, വിജയ് ബാബു അവരൊക്കെ ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ അതല്ല ഞാൻ ആലോചിക്കുന്നത്. നിഖില വിമൽ എന്ന് പറയുന്ന ആക്ട്രസ് ഇങ്ങനെ ഒരു ഡാൻസ് അതിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ് കൊടുത്ത റിപ്ലൈ എന്ന് പറയുന്നത് ആട് 3യുടെ പ്രസ് മീറ്റിൽ നമുക്ക് കാണാമെന്നാണ്. അതിലപ്പോൾ ഒരു സർക്കാസ രൂപേണ അവർ പറഞ്ഞതാണെങ്കിൽ പോലും, അതായത് ആൾക്കാരുടെ മനസ്സിൽ ഇനി ചിലപ്പോൾ ഉണ്ടെങ്കിലോ എന്നുള്ള രീതിയിലുള്ളൊരു ഹോപ്പ് അവിടെ അവരുടെ മനസ്സിലുണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം അവർ ഞാൻ ഈ സിനിമയിൽ ഇല്ല എന്നുള്ളത് വെട്ടിത്തുറഞ്ഞങ്ങ് പറഞ്ഞിരുന്നേ. കാരണം ഇവർ ഈ ഒരു സിനിമയുമായി ഒരു ബന്ധവും ഇല്ലല്ലോ. ആ ഒരു സിനിമയുടെ കാസ്റ്റായിട്ടോ ക്രൂ ആയിട്ടോ ഒരു രീതിയിൽ ഒരു കണക്ഷൻ ഇല്ലാത്ത ഒരു ആക്ട്രസ്സാണ്. അപ്പോൾ ഇല്ല അങ്ങനത്തെ ഇത് സത്യമല്ല, ഞാൻ അതിലില്ല എന്നുള്ളത് അപ്പം തന്നെ വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് പിന്നെ ഇതുമായിട്ട് കോൺട്രാക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നോ പ്രോബ്ലം അല്ലേ. നിഖില അവിടെ കറക്റ്റായിട്ട് ആ റിപ്ലൈ പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരു റൂമേഴ്സ് അവിടെ കട്ടായേനെ. പക്ഷേ അത് ആട് 3യുടെ പ്രസ് മീറ്റിൽ കാണാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അതങ്ങ് പോയി. സോങ് ഇപ്പോൾ വന്നിട്ടുണ്ട്. വേദികയായിരുന്നു ആ ഒരു ഡാൻസർ. സിംഗിൾ വാച്ചിൽ തന്നെ ഓരോന്നായിട്ട് കീറി മുറിച്ചെടുക്കാതെ അതിൻ്റെ ഒരു ഫുൾ വൈബ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ആ ഒരു പാട്ടിൻ്റെ. ഒപ്പം വേദികയുടെ പെർഫോമൻസും ഡാൻസും ഫുൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ടോണും കാര്യങ്ങളും. ഇത് പാസ്റ്റിലെ സോങ് ആണെന്നാണ് എനിക്ക്, ഡ്യൂഡിൻ്റെ പാസ്റ്റ് പോർഷനിലാണ് ഈ ഒരു സോങ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നിഖില ഒന്നും ചെയ്യാതിരുന്നത് നന്നായി എന്ന് തോന്നുന്നു. കാരണം ഇതിലെ ആ ഒരു സോങ് കേൾക്കാനും ഒപ്പം ആ ഒരു സോങ്ങിൻ്റെ നട്ടെല്ലെന്ന് പറഞ്ഞാൽ എന്തായാലും വേദിക ഒരു പെർഫോമൻസിലൂടെ കാണിച്ചതാണ്. അതിൽ കോസ്റ്റ്യൂം ആയാലും പെർഫോമൻസ്, ആ ഡാൻസിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ ആ ഒരു വൈബ് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ മിക്സഡായിട്ട് എന്തായാലും ഒരു കാര്യത്തിന് നെഗറ്റീവും ഉണ്ടാവും. അതിൽ പലരും ലിരിക്ക് പലർക്കും സെറ്റായില്ല എന്നൊക്കെ പറയുന്നു. എൻ്റെ അഭിപ്രായത്തിൽ എനിക്കിത് മൊത്തത്തിൽ ഓവറോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മുടെ ഫസ്റ്റ് ആട് 2ൻ്റെ ഒരു സോങ് ഉണ്ടല്ലോ, ആ സോങ് വെച്ചൊക്കെ പലരും കമ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് തന്നെയാണ് എല്ലാ ക്രിയേറ്റേഴ്സിൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത്. ആദ്യം ഒരു ഏറ്റവും ടോപ്പിലൊരു ഐറ്റം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അതിനടുത്ത വരുന്നതെല്ലാം അതിന് മുകളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എക്സ്പെക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ച് താഴെയായിരിക്കും. ഈ ഒരു കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് സൂട്ടാവുന്ന രീതിയിൽ സിറ്റുവേഷൻ ഒത്താണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു കാര്യം എന്തായാലും ഇത് കണ്ട സമയത്ത് മനസ്സിലായി. അതേസമയം തന്നെ അവിടെ ഷാജിപ്പാപ്പൻ്റെ ആ ഒരു രാജാവിൻ്റെയും ഒപ്പം സണ്ണീവേൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെയും ഒക്കെ അവിടെ ബ്ലിങ്ക് ചെയ്ത് പോകുന്നുണ്ട്. കാരണം ഇതിനകത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു സോങ് ആയിട്ടാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സോങ്ങിൻ്റെ ലിറിക്സിലൂടെ നമുക്ക് ഓൾമോസ്റ്റ് ആ ഒരു ഡ്യൂഡിൻ്റെ രാജാവ് കഥാപാത്രം എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അയാളുടെ എയിം എന്നുള്ള എല്ലാം പക്കയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒന്നും ഡീകോഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ എന്തായാലും നാളെ പടം റിലീസാണ്. ആ ഒരു സോങ്ങിൻ്റെ ലിറിക്സ് നിങ്ങൾ ഒന്നുകൂടെ കേട്ട് വെക്കുക. ഓൾമോസ്റ്റ് കാര്യങ്ങൾ കത്തും. ഷാൻ റഹ്മാൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ കഴിഞ്ഞ പപ്പബയിൽ കിട്ടിയ ഒരു ട്രോളുകൾക്ക് എന്തായാലും ഇതൊരു മറുപടി തന്നെയാണ്. കാരണം അത്രയ്ക്ക് പൊളിയായിട്ടുള്ള ബീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായാലും വൈബായിരിക്കും എന്നുള്ള ഒരു ഡൗട്ടും ഇല്ല. 3 എന്ന് പറയുന്നത് ക്യാമിയോസ്. ലാലേട്ടൻ, മമ്മൂക്ക ഇവരെ ക്യാമിയോ ആയിട്ട് ആട് 3 എന്നുള്ള രീതിയിൽ എന്തായാലും ആട് 3 എന്ന സിനിമയ്ക്കകത്ത് ലാലേട്ടൻ ഇല്ല, അതുപോലെ തന്നെ മമ്മൂക്കായും ഇല്ല എന്നുള്ളത് കൺഫേം ആയ കാര്യമാണ്. കാരണം മമ്മൂക്കായ ഈ ഒരു ക്യാമിയോയ്ക്ക് വേണ്ടി
അവർ അപ്രോച്ച് ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിന് പോയത്. മമ്മൂക്ക ഒരു പക്ഷേ ഈ ഒരു സിനിമയ്ക്കകത്ത് ഏതെങ്കിലും രീതി ഭാഗമായേനെ. പക്ഷേ ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്ന സമയത്ത് എന്തായാലും അവർ ആ ഒരു രീതിയിലാണ് ഈ സിനിമ അങ്ങനെയുള്ള ഒരു സിനിമയായിട്ടല്ല. എനിക്ക് തോന്നുന്നു വോയിസ് ഓവർ ആണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഇതിന് വേണ്ടിയിട്ടാണ് മമ്മൂക്കയെ അവർ അപ്രോച്ച് ചെയ്തതെന്ന് തോന്നുന്നു. കാരണം അതിൽ തുടക്കത്തിൽ ജയസൂര്യ പറയുന്നൊരു വോയിസ് ഓവർ ഉണ്ടല്ലോ, അങ്ങനെ ആ ഒരു വോയിസ് ഓവറിന് എന്തോ ആണ് മമ്മൂക്കയെ അപ്രോച്ച് ചെയ്തതെന്നാണെന്ന് ഏകദേശം എനിക്ക് ഇൻ്റർവ്യൂസ് കണ്ട സമയത്ത് മനസ്സിലായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ ക്യാമിയോസ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി വലിയ ബിഗ് സ്റ്റാറും കാര്യങ്ങളൊന്നും ഇതിൽ ഉള്ളതായിട്ട് അവർ എങ്ങും പറയുന്നില്ല. ഈ കേൾക്കുന്ന റൂമേഴ്സ് ഒന്നും നിങ്ങൾ മനസ്സിൽ വെച്ച് കാണണ്ട. ഒരു ഫാൻ മൊമെൻറ്റിന് വേണ്ടിയിട്ടോ കച്ചവടത്തിന് വേണ്ടിയിട്ടോ ഒക്കെ മാത്രമായിട്ട് ഈ ക്യാമിയോസിനെ ഇങ്ങനെ അടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ആട് 2-ലും ആട് 1-ലൊക്കെ ഉള്ള ചില ക്യാരക്ടേഴ്സ്, ഇപ്പോൾ അജുവിൻ്റെ ആയാലും അത്തരത്തിലുള്ള പല ഐക്കോണിക്കും നമ്മൾ അന്ന് കണ്ടു മറന്നുപോയ ക്യാരക്ടേഴ്സുകളെ ചിലപ്പം ഈ സിനിമയ്ക്കകത്ത് റീ എൻട്രി ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു രീതിയിൽ ഹോപ്പ് വയ്ക്കാം. കാരണം ഇത് കുറച്ചുകൂടി സ്കെയിൽ വലുതായിട്ടുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ ആട് 1-ലും 2-ലും ഉള്ള ക്യാരക്ടേഴ്സുകളുടെ മുഖം നിങ്ങളെ മനസ്സിലില്ല എന്നുണ്ടെങ്കിൽ ആ സിനിമകളൊന്നും എടുത്തോണ്ട് ഓട്ടിച്ച് കണ്ടേക്കുക. അങ്ങനെ കണ്ടതിന് ശേഷം വരാൻ പോകുന്ന ചെറിയ ചെറിയ ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് ചിലപ്പോൾ കുറച്ചുകൂടി സർപ്രൈസ് ആകാനുള്ള എലമെൻറ്റുകളായിരിക്കാം. അജു വർഗീസിൻ്റെ ഒരിതും ഇതിനകത്തും എന്തായാലും എനിക്ക് തോന്നുന്നു കാണും, പ്രതീക്ഷിക്കാം. 4-മത്തെ കാര്യമാണ് ഏറ്റവും വലുതായിട്ട് വന്നിട്ടുള്ള ഒരു റൂമർ എന്ന് പറയുന്നത് പടക്കളം യൂണിവേഴ്സിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ആട് 3 എന്നുള്ള രീതിയിൽ. ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് കിടക്കുകയാണ്. അതിൽ ഓരോ ക്ലിപ്പുകളും ഒക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ ആട് 3-ലെ ട്രെയിലർ വന്ന സമയത്ത് അതിനകത്ത് സണ്ണി വെയിൻ്റെ ക്യാരക്ടർ നമ്മൾ ഷാജി പാപ്പനായിട്ട് ക്യാരക്ടർ സ്വാപ്പ് ചെയ്തു എന്നുള്ള രീതിയിൽ വരെ അവർക്ക് ഈ പറയുന്ന പോലെ ടൈം ട്രാവൽ, പുനർജന്മം, റീബർത്തോ, അങ്ങനെ റീഇൻകാർണേഷൻ, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഈ ഒരു കൺഫ്യൂഷൻ നിൽപ്പുണ്ടല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഒരു വഴി വേണം. എങ്ങനെയാണ് ഇവർ തമ്മിൽ ഒരു കണക്റ്റ് ആവുക, അല്ലെങ്കിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ആവുക, ഇങ്ങനെയൊക്കെ ഒരു കാര്യത്തിനൊരു ക്ലാരിറ്റി വേണമെങ്കിൽ ഈ ഒരു സംഭവം, ഈ പടക്കളത്തിലെ ഈ ഒരു മിഷൻ ഉണ്ടല്ലോ, അതിനെ എന്തിനു പറയപ്പോൾ ജുമാൻജി പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് ഇവരുടെ കയ്യിലുള്ളതോ അവരത് വെച്ച് വേണമെങ്കിൽ അങ്ങോട്ട് സ്വാപ്പ് ആവുന്ന രീതിയിലോ അങ്ങനെയൊക്കെ ഒരു ഡയറക്ടർ തിങ്കിങ്ങിൽ അല്ലെങ്കിൽ ഒരു റൈറ്റർ തിങ്കിങ്ങിൽ നോക്കുകയാണെന്ന സമയത്ത് അതിൻ്റെ റൈറ്റ്സ് ഓൾറെഡി ഫ്രൈഡേയുടെ കയ്യിലുള്ളത് കൊണ്ടും അവർ ഡയറക്ടർ മറ്റേ സിനിമയുടെ വേറെ ആണെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, റൈറ്റ്സൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്തായാലും എന്തെങ്കിലും എലമെൻറ്റ്സ് ഈ പറയുന്ന പോലെ ഈ ഒരു സിനിമയ്ക്കകത്ത് എവിടെയെങ്കിലുമൊക്കെ പോർഷനിൽ കൊണ്ട് ഫിറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ആ സിനിമ ഇൻട്രസ്റ്റിംഗ് ആവാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ അത് അൺവാണ്ടഡ് ആയിട്ടാണെങ്കിൽ അത് ഫോളോ ആയി പോകാനും ചാൻസ് ഉണ്ട്. ഈ പറയുന്ന റൂമേഴ്സ് ഒന്നും ഉറപ്പാണെന്നുള്ള രീതി മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക് പോകാതിരിക്കുക. അത് നിങ്ങളെ തന്നെ അഫക്റ്റ് ചെയ്യും. നമ്മളുടെ ആട് 3 എന്ന് പറയുന്ന പഴയ സിനിമ ഉണ്ട്, ആട് 2, ആട് 1. ആ സിനിമയുടെ മൂഡ് എന്താണോ ആ സിനിമയുടെ മൂഡിലേക്ക് ഒരു പുതിയ കൂട്ടം ഒരു കാലം കൂടി കാണിക്കുന്ന അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്ത രീതിയിലുള്ള ഒരു സിനിമ എന്നുള്ള രീതി മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ആട് 3 എന്ന സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുക. ഒഫീഷ്യലി ഇതിൻ്റെ ഡയറക്ടറായാലും മറ്റു കാര്യങ്ങൾ ആരും ഒന്നും പുറത്ത് പറഞ്ഞിട്ടില്ല, അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് ഉണ്ടല്ലോ എന്നുള്ള റൂമേഴ്സ് പരക്കുന്നതാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് കണ്ടു കഴിയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും എലമെന്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സർപ്രൈസ് ആവുകയും ചെയ്യും. കുറച്ച് നാളുകളായിട്ട് സിനിമകളൊന്നും ഇല്ലായിരുന്നു, എക്സാമും കാര്യങ്ങളൊക്കെ, അങ്ങനെ എല്ലാവർക്കും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാക്സിമം എൻജോയ് ചെയ്യുക. ഈ സിനിമയ്ക്ക് നല്ലൊരു സക്സസ് കൊടുക്കുക. എല്ലാ ക്യാരക്ടേഴ്സിനും ഓരോ സ്പിൻ ഓഫ് ഒക്കെ വേറെ ഡയറക്ടേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഓപ്ഷൻസ് ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞു വെക്കുന്നത്. ഈ ആട് 3 1 ഹിറ്റ് ആവുകയും അതിൻ്റെ പാർട്ട് 2 വരികയും ആ പാർട്ട് 2 1 ഹിറ്റ് ആവുകയും ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഒരു ബിസിനസ് വൈസ് ഒരു പ്രൊഡക്ഷൻ ഹൗസും ഈ സിനിമ എൻഡ് ചെയ്യിപ്പിക്കില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ കീ നമ്മളുടെ കയ്യിലാണ്. വളരെ എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റട്ടെ. അപ്പോൾ എന്തായാലും അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെക്ടേഷൻസും എടുത്ത് കളഞ്ഞേക്കുക. ആട് 3 1 ലാസ്റ്റ് റൈഡായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കണ്ട. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസിൻ്റെ ടോപ്പിക്സ് ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. റീസെൻ്റ്ലി കൊടുത്ത ലാലേട്ടൻ മമ്മൂക്ക റീയൂണിയൻ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് കണ്ടേക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ പറയാം. അപ്പോൾ എന്തായാലും ഇതിനേക്കാൾ ഇഡിയോട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാൻ നിസാർ.